വിവാദ അഭിമുഖം പുറത്തുവിട്ട ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ ഡോക്ടർ ശശി തരൂർ MP. കേരളത്തിൽ നേതൃത്വ പ്രതിസന്ധിയുണ്ട് എന്ന് താൻ പറഞ്ഞിട്ടില്ല. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു. സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത് എന്നും ശശി തരൂർ എക്സ് പോസ്റ്റിൽ വിമർശിച്ചു. വിനീത വിജിയുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായും ഡൽഹിയിൽ നിന്ന്. വിനീത, ഈ അഭിമുഖം വന്ന ഘട്ടത്തിൽ അത് വലിയ വിവാദമായതാണ്. ഇപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ ഡോക്ടർ ശശി തരൂർ MP വ്യക്തമാക്കുന്ന നിലപാട്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ താൻ പറയാത്ത കാര്യങ്ങളാണ് വിവാദമായിട്ടുള്ള നമ്മൾ സൂചിപ്പിച്ചിരിക്കുന്ന പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിൽ ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള ചില വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മലയാളം പോഡ്കാസ്റ്റിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനുള്ള ഒരു ഉദ്ദേശമായിരുന്നു എന്ന് പറയുന്നുണ്ട്. താൻ അപമാനിക്കപ്പെട്ടു, താൻ അധിക്ഷേപിക്കപ്പെട്ടു, താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ തനിക്ക് നേരിടേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പറയാത്ത കാര്യങ്ങൾ അതിൽ വളച്ചൊടിച്ചു, താൻ പറഞ്ഞ പല കാര്യങ്ങളും വളച്ചൊടിച്ചുകൊണ്ടാണ് അതിൽ റിപ്പോർട്ട് ചെയ്തതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നേതൃത്വ പ്രതിസന്ധി ഉണ്ട് എന്ന് താൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ അത്തരത്തിലേക്കെന്ന തലക്കെട്ടോടു കൂടിയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതൊക്കെ തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ഇടയാക്കിയെന്നും പറയുന്നുണ്ട്. അതിൽ ഈ ഏറ്റവും ഒടുവിലാണ് ഇങ്ങനൊരു വിവാദമാവുന്ന തരത്തിൽ ആ വാർത്ത ചിത്രീകരിക്കുന്നു. പിന്നാലെ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു, തനിക്കെതിരെ ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ മാത്രമാണ് ഖേദം പ്രകടിപ്പിക്കാൻ പോലും ഇന്ത്യൻ എക്സ്പ്രസ് തയ്യാറായതെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തുന്നുണ്ട്. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂരിന്റെ അഭിമുഖം വലിയ വിവാദങ്ങളിലേക്ക് വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തരൂർ പോയേക്കുമോ എന്നടക്കമുള്ള ആശങ്ക കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ, സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും തരൂർ ഒരു പ്രതിസ്ഥാനത്തേക്ക് ബാർഗെയിൻ ചെയ്യപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തരൂർ മാറിയിരുന്നു. ഇതിനൊക്കെ എതിരെയാണ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ എക്സ്പോസ്റ്റിലൂടെ ഒരു വിശദീകരണം എന്ന തരത്തിൽ പറയുന്നത്. ഇതിൽ ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഈ ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിലേക്കുള്ള തന്റെ വിശ്വാസം അത് പോകുന്ന തരത്തിൽ തന്നെയായിരുന്നു ഈ വാർത്തകൾ ഇന്ത്യൻ എക്സ്പ്രസ് പുറപ്പെടുവിച്ചിരിക്കുന്നതും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഒരു അതൃപ്തി കൂടി അദ്ദേഹം ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉന്മേഷ്, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. അഭിമുഖവുമായി ബന്ധപ്പെട്ട് താൻ പറയാത്ത കാര്യങ്ങൾ തലക്കെട്ടാക്കി മാറ്റി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ MP ഉയർത്തുന്നത്.